ഹായ് നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് പഴയ മാർബിളിന് മുകളിൽ പുതിയ ടൈലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പഴയ മാർബിളിൻ്റെ മുകളിൽ നമ്മൾ ടൈലിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാർബിളിന് പുതിയ ടൈൽ നിൽക്കാനുള്ള ക്വാളിറ്റി ഉണ്ടോ, ആ മാർബിളിന് അത്രയും ബലമുണ്ടോ, അടിയിൽ കുണ്ടൻ ചാടി അതായത് അടിയിൽ ഹോളായിട്ട് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നല്ലൊരു വർക്കേഴ്സിനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അഴുക്കും ചളിയും നല്ല സ്മൂത്തായിട്ടും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രിപ്പിടുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളുടെ മാർബിളിന് മുകളിൽ ടൈല് വരുമ്പോൾ ഒരു 15 mm എങ്കിലും ഹൈറ്റ് പൊന്തും. അപ്പോൾ നമുക്ക് ഡോറ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. ആ ഒരു ഹൈറ്റ് നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ്. നാലാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ അഡീസീവ്, അതായത് ടൈൽ ഗം ഒട്ടിക്കുന്ന അഡീസീവിന് ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നല്ല കമ്പനി നോക്കി നല്ല സാധനം, ബ്രാൻഡഡ് സാധനം തന്നെ വാങ്ങി 6x4 ടൈലാണെന്നുണ്ടെങ്കിൽ 6x4 ടൈൽ ടു ടൈൽ ഗം തന്നെ വാങ്ങിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് മുട്ടിച്ച് വിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ജോയിൻറ്റിലൊന്നും അയക്കൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കാണാം. ഒരൊറ്റ സ്ലാബ് വിരിച്ചതുപോലെ ഉണ്ടാവും. പക്ഷെ അതിന് ദോഷങ്ങളും ഉണ്ട്. കാലാവസ്ഥ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ടൈല് ഭാവിയിലേക്ക് ബൾജ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുമ്പോൾ മേലോട്ട് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ ഞാനൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 2 mm എങ്കിലും സ്പേസർ ഇട്ട് വിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ കാണാൻ ഭംഗിയും വൃത്തിയും ജോയിൻറ്റ് ഫ്രീ ആയി വിരിക്കുമ്പോൾ തന്നെയാണ്. കഴിയുന്നതും വലിയ ട്രവലിൽ വലിക്കുന്നതാണ് നല്ലത്. നമുക്ക് വർക്കേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. മാർബിളിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ ചെറിയ തളങ്ങളൊക്കെ ഉണ്ടാവും. വലിയ ട്രവലാകുമ്പോൾ ആ തളങ്ങളൊക്കെ നിർത്തി മൊത്തത്തിൽ നമുക്ക് 6x4 ഷേപ്പിലേക്ക് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഗമ്മിൻ്റെ ആ ഒരു ലെവലിൽ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും വലിയ ട്രവൽ കൊണ്ട് വലിക്കുമ്പോൾ. അതേപോലെ ടൈലിന് മുകളിലും പിന്നെ മാർബിളിന് മുകളിലും, ടൈലിന് മുകളിൽ നമ്മൾ നൈസായിട്ട് പരത്തിയാൽ മതി. മാർബിളിന് മുകളിൽ ട്രവൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രധാനമായി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർബിൾ പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പൊടി ഇതൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടൈലിൻ്റെ വർക്ക് ചെയ്യാം. പിന്നെ പൊളിക്കൂലി അങ്ങനെയുള്ള കച്ചറ, വണ്ടി വാടക ഇതൊന്നും നമുക്ക് പോകുന്നില്ല. ഒരു ചിലവുമില്ല. നേരെ ഗമ്മ് വാങ്ങുക, മാർബിളൊന്ന് റഫ് ചെയ്യുക, അതിൻ്റെ മേലെ നേരെ ടൈലൊട്ടിക്കുക. നമുക്ക് താമസിച്ചുകൊണ്ട് തന്നെ ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറ ഒരു 1.5 സെൻറ്റിമീറ്ററോളം തറ ഹൈറ്റ് പൊന്തും. നമുക്ക് ഡോറ് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തായാലും 1.5 സെൻറ്റിമീറ്റർ എന്തായാലും പൊന്തും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് സ്പേസർ ഇടാതെ വിരിക്കുന്നതിനെ കൊണ്ട് ഭാവിയിൽ ചൂടുള്ള ഏരിയകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടൈല് പൊന്തി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്പേസർ ഇട്ട് വിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് മാർബിൾ നമ്മൾ പരിശോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർബിൾ ഭാവിയിലേക്ക് കുണ്ടൻ ചാടി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈലും നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് ലോസ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ലൊരു വർക്കേഴ്സിനെ വിളിച്ചിട്ട് നമ്മുടെ മാർബിൾ പക്കയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പണിക്കാരെ കൊണ്ട് നോക്കിച്ച് നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ്. മാർബിളിൻ്റെ മുകളിൽ ടൈൽ ടു ടൈൽ ഗം ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ലാഭമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല വൃത്തിക്ക് തന്നെ പുതിയ ടൈല് നല്ല സ്റ്റൈലിൽ ഇനി പുതിയ മാർബിളാണെങ്കിലും മാർബിളിൻ്റെ മേലെ മാർബിൾ ഒട്ടിക്കാനും പറ്റും. അതൊന്നും ഒക്കെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ടൈൽ ടു ടൈൽ ഗമ്മ് വാങ്ങിയിട്ട് മാർബിൾ വൈറ്റ് കളറാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഗമ്മ് വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ തന്നെ മാർബിളിൻ്റെ മേലെ മാർബിൾ ഒട്ടിക്കാൻ പറ്റും. ഇതിപ്പോൾ ടൈല് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മൾ വർക്കേഴ്സിനെ വിളിച്ചിട്ട് ആ മാർബിളിന് അതിനുള്ള കരുത്തുണ്ടോ എന്നുള്ളത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ഈ കരുത്ത് ചെറിയൊരു ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിന് തന്നെ ഗ്രൗട്ടൊക്കെ വെച്ച് ആ മാർബിൾ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പഴയ മാർബിൾ സെറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും.
അതുപോലെ തന്നെ ഇത് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം നമ്മൾ മുട്ടിച്ച് ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ ഫുള്ള് ഓരോരോ ഇഞ്ച് ഇടവിട്ട് ഗ്ലൂ ചെയ്തിട്ടാണ്, പ്ലസ് കിക്കിൽ ഗ്ലൂ ചെയ്തിട്ടാണ് നമ്മൾ അത്രയും പെർഫെക്ഷൻ ആക്കിയിട്ട് ആ വർക്ക് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാർബിളൊക്കെ പഴയത് നാശമായിട്ട് ഇനി എന്ത് ചെയ്യുക, മൊത്തത്തിൽ പൊളിച്ചു മാറ്റാന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. മാർബിൾ പൊളിക്കാതെ തന്നെ ഇങ്ങനെ ടൈല് മൊത്തത്തിൽ വീട് മൊത്തമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ കുറച്ച് മുന്നേ ഒരു വർക്ക് ചെയ്തതാണ്. അതിൻ്റെ അവിടെ ഈ മാർബിളിൽ വരയിട്ടത് ഇങ്ങനെ വരയിടേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ വരുന്ന മുന്നേ ഒരു വേറെ വർക്കേഴ്സിനെ കൊണ്ട് ഇങ്ങനെ കട്ടർ വെച്ചിട്ട് വര ഇടിയിച്ചാണ്. ശരിക്കും നമ്മളൊന്നെങ്കിൽ മാർബിളിൻ്റെ മെഷീനിലൊന്ന് 0 അടിക്കുക, അല്ലെങ്കിൽ വെള്ളം കൂട്ടി അടിച്ചാൽ മതിയായിരുന്നു. ഇവർ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്തതാണ്. അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല അവിടെ. പക്ഷേ നമ്മൾ വന്ന് ചെയ്ത് കഴിഞ്ഞതിനെ കൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ മാർബിളിൻ്റെ വലിയ മോട്ടർ വെച്ചിട്ട് 0ൻ്റെ കല്ലെടുത്ത് വെള്ളം കൂട്ടി അടിച്ചിട്ട് ആ ചളി, മേലത്തെ ചളി പോക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ. ഇത് അങ്ങനെ ചെയ്യാൻ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അതിന് മുന്നേ തന്നെ അവിടെ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു. അതുപോലെ ഈ വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സ്റ്റെപ്പായിരുന്നു. അത് നമ്മൾ പറഞ്ഞ് അവരോട് മാറ്റുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. വീഡിയോ കുറച്ച് ലെങ്തായിപ്പോയി. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനലൊന്ന് ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.